ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നതേ അതെങ്ങനെയാണ്, എന്താണ് അതിന്റെ പ്രോസസ്, അതിന്റെ പ്രോസസ്? അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സജീവ് ചോദിച്ചത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ്. നമ്മൾ ആദ്യം ഇപ്പം ആൻഡ്രൂവിൻ്റെ സ്റ്റോറി തന്നെ, ആൻഡ്രൂ ഒരു സ്വാബ് എടുത്തിട്ട് അവൻ്റെ സിസ്റ്റർ, ആൻഡ്രൂവിൻ്റെ ട്വിൻ സിസ്റ്ററിന് ലുക്കീമിയ ഉണ്ടായി. അങ്ങനെയാണ് അവൻ ഇതിൽ വരും. നമ്മളൊരു ചെറിയ സ്വാബ് എടുത്തിട്ട് ഇതിൻ്റെ രജിസ്ട്രിയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അവർ HLA ഡോക്യുമെൻ്റ് ചെയ്യും അവൻ്റെ. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സജീവനോ എനിക്കോ ലുക്കീമിയ വന്നു കഴിഞ്ഞാൽ അവർ എൻ്റെ HLA എടുക്കും. എന്നിട്ട് നോക്കുകയാണ് ഈ രജിസ്ട്രിയിൽ ആരെ HLA ആയിട്ടാ മാച്ച് ആവുന്നത്. അപ്പോൾ മാച്ചുള്ള ആൾക്കാർ ഇപ്പോൾ 10-15 പേരുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് അവർ പറയില്ല. ആദ്യത്തെ ഓരോരുത്തരായിട്ട് പറയും. യംഗസ്റ്റ് ആയിരിക്കും മോസ്റ്റ്ലി പോവുക. അവൻ 24 ആയതുകൊണ്ട് അവനെ വിളിച്ചു വരും. അപ്പോൾ അവൻ്റെ സിസ്റ്ററിന് ലുക്കീമിയ ഉള്ളതുകൊണ്ട് ഈ വാസ് ഇമ്മീഡിയറ്റ്ലി അച്ഛൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്, എൻ്റെ ട്രാൻസ്പ്ലാന്റിന് എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തോളൂ, ഞാൻ എൻ്റെ സിസ്റ്റർക്ക് ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി റെഡിയാണ്. എല്ലാവരും അങ്ങനെ റെഡി ആവണമെന്നില്ല. കുറെ ആൾക്കാർ സ്വാബ് കൊടുത്തിട്ട് വേറെ കൺട്രിയിലാവോ, അല്ലെങ്കിൽ വേറെ സിറ്റിയിലാവോ, അങ്ങനെ ലൈഫ് സർക്കംസ്റ്റൻസസ് ചേഞ്ച് ചെയ്യുമല്ലോ ആൾക്കാർക്ക്. ഇവൻ തന്നെ ട്രാൻസ്പ്ലാന്റിന് സ്വാബ് കൊടുത്തത് 2013 എൻ്റെ ട്രാൻസ്പ്ലാന്റ് വരുന്നത് 2018. അപ്പോഴേക്കും ഇവൻ പോലീസ് ഓഫീസറായി. പിന്നെ അങ്ങനത്തെ ഒരു ജോലി എന്നുള്ള സമയം കിട്ടാനും ബുദ്ധിമുട്ടല്ല അങ്ങനെ. പക്ഷെ അവൻ താങ്ക് ഗാഡ് അവൻ എഗ്രിയബിളായി. പിന്നെ ട്രാൻസ്പ്ലാന്റ് സെന്റർ ഏറ്റെടുക്കും. അവര് നഴ്സുമാരയക്കും. ആദ്യം തന്നെ ഈ ബോൺ മാരോ സെൽസ് കൂട്ടാനായിട്ട് ചെറിയ ഷോട്ട്സ് ഉണ്ട്, ന്യൂപ്പജൻ എന്ന് പറയുന്നത്. അത് അവർ വന്ന് കൊടുക്കും. ഒരു 3-4 ദിവസം കൊടുത്താൽ നമ്മുടെ ബോൺ മാരോ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ അതിലാണ് ഈ ബോൺ മാരോ സെൽസ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു ദിവസം ഈ ട്രാൻസ്പ്ലാന്റിന്റെ ഈ ബ്ലഡ് എടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയിരുന്നിട്ട് 2 ട്യൂബ് ഇടുക. അത് ഒരു ട്യൂബിൽ കൂടെ ബ്ലഡ് വരും, അതിൽ നിന്ന് ബോൺ മാരോ സെൽ എടുത്ത് മറ്റേ ട്യൂബിൽ കൂടെ കയറ്റിയിടും. അതാണ് 99% ഈ ബോൺ മാരോ കളക്ഷൻ. അല്ലാണ്ട് കുത്തിയെടുക്കുക അതൊന്നുമില്ല ഇപ്പൊ. അത് ബ്ലഡ് കൊടുക്കണ പോലെ ആ കളക്ഷൻ ചെയ്തത് ആ ബോക്സ് അതൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ പോലെ തന്നെ, ഒരു ബ്ലഡിന്റെ ബാഗ് പോലെ. അത് അവർ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്പാച്ച് ചെയ്യണം. അത് ഫ്ലൈറ്റിൽ ഒരാൾ വരുന്നത്, അവർ ഏത് ഹോസ്പിറ്റലാണ് ഈ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ അവിടെ വരുന്നത്, അത് അവിടെ സ്റ്റോർ ചെയ്യണം. നെക്സ്റ്റ് ഡേ അത് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന പോലെ നമ്മളെ ബോഡിയിലേക്ക് കുത്തിവെക്കണം. അതാണ് ഇപ്പോഴത്തെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. വളരെ റയറായിട്ട് എസ്പെഷ്യലി കുട്ടികളുടെ കേസുകളിൽ ഈ കൊടുക്കുന്ന മജ്ജ കുത്തിയെടുക്കുന്ന പരിപാടി. പക്ഷെ പണ്ടതായിരുന്നു, ഇപ്പം അതില്ല. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്.